നമസ്കാരം. ഐ.ടി ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വിൻഡോസ് സെർവറിൻ്റെ വിൻഡോസ് സെർവർ 2019 വേർഷൻ ഡാറ്റാ സെൻറ്റർ വേർഷന് ലൈസൻസ് ആക്ടിവേഷൻ ആണ്. ബേസിക്കലി ലൈസൻസ് ആക്ടിവേഷൻ വലിയൊരു ടാസ്ക് അല്ലെങ്കിൽ പോലും നമ്മളത് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേർഷൻ അതാണെന്നും അതുപോലെ തന്നെ ലൈസൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും റെക്ടിഫൈ ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ നോർമൽ മെത്തേഡല്ല, അതായത് കമാൻഡ് പവർ ഷെൽ മെത്തേഡിലാണ് കാണിക്കുന്നത്. അതെന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി റിലയബിൾ ആണ്. ലൈസൻസും ആക്ടിവേഷനും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അപ്ലൈ ആവും. അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നോർമലായിട്ട് നമ്മൾ നോർമൽ ആക്ടിവേഷനാണ് വിൻഡോസ് കൺസോളിൽ പോയിട്ട് ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. വേർഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡാറ്റാ സെൻറ്റർ ആണോ, ചിലപ്പം സ്റ്റാൻഡേർഡ് ആണോ, ഏത് വേർഷനൊക്കെ നോക്കിയിട്ട് വേണം. അതിനെ വെച്ച് നമ്മൾ പവർ ഷെല്ലിൽ വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എറേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫിസിക്കൽ സെർവറിലോട്ട് റിമോട്ട് ആക്സസ് ത്രൂ കണക്ട് ചെയ്യാണ്. നമ്മൾ വിൻഡോസ് കീ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഡെസ്ക്ടോപ്പ് കണക്ഷൻ്റെ കൺസോൾ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ റണ്ണിൽ പോയിട്ട് MSTSC എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കും. എന്നിട്ട് നമ്മൾ സെർവറിൻ്റെ IP ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ആക്സസ് ചെയ്യാൻ പോകുന്ന സെർവർ 202 IP ഉള്ള സെർവറാണ്. അതിന് ആക്സസ് ചെയ്യുന്നു. ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ക്രെഡൻഷ്യലും കാര്യങ്ങളും ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ, പാസ്വേഡും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്കത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സെർവർ ഓപ്പൺ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെർവർ ആക്ടിവേറ്റഡ് അല്ല. ഓക്കെ, ലൈസൻസ് ആക്ടിവേഷൻ ആക്ച്വലി 2-3 മെത്തേഡ് നമുക്കുണ്ട്. വിഷ്വലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ആക്ടിവേഷൻ അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ആക്ടിവേഷൻ സെറ്റിങ്സ് കിട്ടും. ഇവിടെ വന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്താലും മതി. ഓക്കെ, ഇവിടെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് ശരിക്കും അതിൻ്റെ വേർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വിൻ വേർഷൻ അടിച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വിൻഡോസ് 2019 ഡാറ്റാ സെൻറ്റർ വേർഷനാണിത്. ഓക്കെ, ഇത് അപ്പോൾ എൻ്റെ അടുത്തുള്ള ലൈസൻസും നമ്മുടെ ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാ സെൻറ്റർ വേർഷൻ ലൈസൻസ് ആണുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നതും ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡാറ്റാ സെൻറ്റർ വേർഷൻ. ആക്ച്വലി ഡാറ്റാ സെൻറ്റർ എന്ന് വെച്ചാൽ ആവശ്യം നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ ഒത്തിരി വെർച്വൽ സെർവേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഡാറ്റാ സെൻറ്റർ ആവശ്യമുള്ളൂ. അതല്ല ഏകദേശം ഒരു ഏകദേശം 1 to 4 സെർവേഴ്സാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലൈസൻസ് വാങ്ങിച്ചാൽ തന്നെ മതി. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് ഏകദേശം ഒരു 10-12 സെർവേഴ്സ് ഈ ഫിസിക്കൽ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ഇതിൽ ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെർവറാണിത്. അപ്പോൾ ഒന്ന് ഞാൻ ലൈസൻസ് ആക്ടിവേഷനുള്ള മെത്തേഡ് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പവർ ഷെൽ ഓപ്പൺ ചെയ്യുന്നു. പവർ ഷെൽ ഓപ്പൺ ചെയ്യുമ്പോൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അത് എങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾ പ്രിവിലേജ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് കാണിച്ച പോലെ തന്നെ വിൻഡോസിൻ്റെ വേർഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിലവിൽ എന്താണ് വേർഷന്, ഏത് വേർഷനാണ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ വേർഷൻ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഡാറ്റാ സെൻറ്റർ ആണ്. ആക്ച്വലി എൻ്റെ അടുത്ത് ഡാറ്റാ സെൻറ്റർ ലൈസൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഡാറ്റാ സെൻറ്റർ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ കാണിക്കുന്നുണ്ട്. ഇനി ബേസിക്കലി ഈ 4 കമാൻഡ്സേ ഉള്ളൂ. ഈ കമാൻഡ്സ് തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എറേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും പ്രോപ്പറായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഓക്കെ, ഞാൻ ആ കമാൻഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇപ്പം നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടു അൺഇൻസ്റ്റാൾ പ്രോഡക്റ്റ്. അതാണെന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ടെമ്പററി ലൈസൻസ് ഉണ്ടാവും, അത് അൺഇൻസ്റ്റാൾ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്കൊരു വാലിഡേഷൻ ഏകദേശം ഒരു 6 month 180 days നമുക്ക് വാലിഡേഷൻ ഉണ്ടാവും. അതിന് ശേഷമാണ് നമുക്ക് പ്രോപ്പറായിട്ട് സർവീസും എല്ലാം കൊണ്ട് ഡൗൺ ആവത്തുള്ളൂ. അതൊരു ടെമ്പററി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് ആ ടെമ്പററി ലൈസൻസാണ് നമ്മളിവിടെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ക്ലീൻ ചെയ്തു. ഇപ്പം നിലവിലുള്ള ലൈസൻസിൻ്റെ രജിസ്റ്ററും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഇത് പക്ക പ്രോപ്പറാണ്. ഈവൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി കിട്ടുന്ന 180 days ഇവാലുവേഷൻ വേർഷൻ പോലും കിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ക്ലീൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് വെച്ചാൽ പുതിയ ലൈസൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. പുതിയ ലൈസൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആ ലൈസൻസ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കമാൻഡ് പ്ലസ് പ്രോഡക്റ്റ് കീ ഓൾറെഡി ഇവിടെ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് ഇൻസ്റ്റലേഷൻ പ്രോഡക്റ്റ് കീ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ലൈസൻസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഉണ്ടായിരുന്ന ആക്ടിവേഷൻ ലോഗോയും പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് കമാൻഡ് നമ്മൾ ആ പ്രോഡക്റ്റിനെ വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് റീജനറേറ്റ് ചെയ്യണം. വെച്ചാൽ ലൈസൻസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, ഒന്ന് ഓട്ടോ സർവീസ് സക്സസ്ഫുൾ ആയിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആക്ടിവേറ്റിംഗ് വിൻഡോസ് സെർവർ ഡാറ്റാ സെൻറ്റർ പ്രോഡക്റ്റ് ആക്ടിവേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യും,
ഇവിടെ എററും കാര്യങ്ങളും വരും. കാരണം എന്ന് വെച്ചാൽ ലൈസൻസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടും നമ്മുടെ വേർഷൻ വ്യത്യാസം ഉണ്ടായതുകൊണ്ടൊക്കെ നമുക്ക് ഇഷ്യൂസ് വരും. ആ വരുന്ന കാര്യം ആ സമയങ്ങളിൽ നമ്മൾ ഏതാണോ ബേസിക്കലി ചിലപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് വെർഷൻ ആവും. അത് ഡാറ്റ സെൻറ്റർ വെർഷനിലോട്ട് അല്ലെങ്കിൽ ഡാറ്റ സെൻറ്ററിന് സ്റ്റാൻഡേർഡ് വെർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിക്കുന്ന കമാൻഡ്സും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെയിം കമാൻഡ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. അത് ഇവിടെ ഒന്നുകൂടി മെൻഷൻ ചെയ്തുതരാം. അതായത് ഈ ഗെറ്റ് ഓൺലൈൻ അടിച്ചു കഴിഞ്ഞാൽ കറണ്ട് വേർഷൻ കിട്ടും, ടാർഗറ്റ് എഡിഷൻ കിട്ടും. ഇതെല്ലാം പവർഷെൽ കമാൻഡ്സ് ആണ്. ഈ സെക്കൻഡ് കമാൻഡ് നിങ്ങൾ ടാർഗറ്റ് എഡിഷൻ നമ്മൾ പവർഷെല്ലിൽ എനേബിൾ ചെയ്ത് അടുത്ത ഓപ്ഷൻ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് വെർഷനാണ് വേണ്ടതെന്നുള്ളത്. ബേസിക്കലി നമ്മൾ ടാർഗറ്റ് വെർഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നത് നമുക്ക് ഡാറ്റ സെൻറ്റർ വെർഷനാണ്. അപ്പോൾ ഡാറ്റ സെൻറ്റർ വെർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് വെർഷനിലോട്ടാണ് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡേർഡ് വെർഷൻ കാണിക്കുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് വെർഷൻ മാത്രം കൊടുക്കുക, ബാക്കി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലൈസൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലൈസൻസ് ഒന്നും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അത്ര തന്നെ. ഈ സെയിം ലൈസൻസ് കീ ഇവിടെ വെക്കണം. ഞാനിവിടെ 0 എന്ന് വെച്ചിട്ടുള്ളത് ഒറിജിനൽ ലൈസൻസ് കീ അല്ല. സോ ഇത്രയാണ് നമുക്ക് ഇൻ കേസ് സെർവറിൽ ലൈസൻസ് ആക്ടിവേഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നുള്ള ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ നമുക്കിപ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ഇവിടെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി പോയാലും നമുക്ക് കാണാൻ പറ്റും പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം, അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്ഡേറ്റ് ചെയ്യാം. സിസ്റ്റം എപ്പോഴും റെഗുലറായിട്ട് അപ്ഡേറ്റ് ഇല്ലെങ്കിലും ശരി, നിങ്ങൾ സർവീസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സെർവറിന് ലേറ്റസ്റ്റ് വെർഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2019 ആണ് ഇപ്പോൾ. കറണ്ടിൽ 26 വേർഷനൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ 2019 തന്നെയാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ 2020 കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെർവറിനെ ബാക്കി സർവീസസും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് 2019 വെർഷനെ 2022 വെർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നോളും. അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുക. ഇത് ഫിസിക്കൽ സെർവർ ആയതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം കുറച്ച് സമയം എടുക്കും. അത് ബേസിക്കലി അതിൻ്റെ പോസ്റ്റിങ്ങും റേഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വോയിസ് ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിനെ 2019 വെർഷനെ എങ്ങനെ 2022 വെർഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ഈ സെർവറിനെ ഈ ഒരു ഫിസിക്കൽ സെർവറിൽ നമ്മൾ 3-4 സെർവറിന് നമ്മൾ സ്വിച്ച് ചെയ്യാണ്ട്, അതായത് വേറൊരു സെർവറിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ സെർവറിൽ വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റ് സെർവറിൽ നിന്ന് വിർച്വൽ സെർവറിനെ ഫിസിക്കൽ സെർവറിലുള്ള വിർച്വൽ സെർവറിനെ ഈ ഫിസിക്കൽ സെർവറിൽ വിർച്വൽ സെർവറായിട്ട് മാറ്റുക എന്നുള്ളതും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.